തീരദേശ പഞ്ചായത്തുകളിലൊന്നായ മതിലകത്ത് പോരാട്ടം കനക്കുകയാണ്. വികസന നേട്ടങ്ങൾ മുൻനിർത്തി ഭരണ തുടർച്ചയ്ക്കായി LDF-ഉം അട്ടിമറി പ്രതീക്ഷയിൽ UDF-ഉം കരുത്തുകാട്ടാൻ BJP-യും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പുരാതന മുസിരിസിന്റെ ഭാഗമായിരുന്നു മതിലകം. ഇന്ത്യയിലെ രണ്ടാമത്തെ മുസ്ലിം പള്ളിയായ പുതിയകാവ് പള്ളിയും തൃപ്പേക്കുളം ക്ഷേത്രവും സെന്റ് ജോസഫ് ദേവാലയവും ഇലവഞ്ചിക്കുളവും ബംഗ്ലാവ് കടവും മതിലകത്തിന്റെ ചരിത്രം വിളിച്ചോതുന്നവയാണ്. 1964 പഞ്ചായത്തിന്റെ പിറവി മുതൽ ഇടത് ആധിപത്യമാണ്. കഴിഞ്ഞ തവണ 17 വാർഡുകളിൽ 10 സീറ്റ് CPM-നും 3 സീറ്റ് CPI-ക്കും 2 സീറ്റ് കോൺഗ്രസിനും ഓരോ സീറ്റ് വീതം മുസ്ലിം ലീഗിനും BJP-ക്കും ലഭിച്ചു. നറുക്കെടുപ്പിലൂടെയാണ് BJP-ക്ക് മെമ്പർ സ്ഥാനം ഉറച്ചത്. CPM-ലെ സീനത്ത് ബഷീർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സമസ്ത മേഖലയിലും സമഗ്ര വികസനത്തിനായി 100% ഫണ്ടുകളും വിനിയോഗിക്കാൻ കഴിഞ്ഞതായി പ്രസിഡന്റ് അവകാശപ്പെടുന്നു. ഭവനരഹിതരായ 241 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടൊരുക്കി നൽകി. മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിച്ച MCF-ന് പുതിയ കെട്ടിടം നിർമ്മിച്ചു. തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗപ്പെടുത്തി വിപുലമായ ഔഷധ കൃഷി ആരംഭിച്ചു. 20 റോഡുകൾ നവീകരിക്കാൻ കഴിഞ്ഞതായും ഭരണ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ, മൃഗസംരക്ഷണ മേഖലയിൽ, ഭിന്നശേഷി കുട്ടികൾക്ക്, അതേപോലെ SC വിഭാഗങ്ങൾക്ക്, അതുപോലെ വയോജനങ്ങൾക്ക് എല്ലാ മേഖലയിലും നല്ല രീതിയിലുള്ള ഇടപെടൽ വികസന പ്രവർത്തനങ്ങൾ മതിലകം ഗ്രാമപഞ്ചായത്ത് ഇതുവരെ നടത്തി വന്നിട്ടുണ്ട്. ഭാവനാപൂർണമായ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് UDF ആരോപണം. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ല. കുടുംബശ്രീ അംഗങ്ങൾക്കായി എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ സാധിച്ചില്ലെന്നും UDF കുറ്റപ്പെടുത്തുന്നു. നമുക്കറിയാം, മതിലകം പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധാരണ പെട്ടിക്കച്ചവടം നടത്തുന്ന പോലെയാണ് CDS-ന്റെ സഹോദരിമാർ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഭാവനാപൂർണമായി അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിന് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ വിരോധം മൂലം മുടങ്ങിയെന്നാണ് BJP ആരോപണം. ജൽജീവൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല. PMAY പദ്ധതി മുടങ്ങി. ലൈഫ് ഭവന പദ്ധതിയിൽ ഇനിയും ഏറെ പേർക്ക് വീട് ലഭിക്കാനുണ്ടെന്നും BJP ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിധം എങ്ങനെയാണ് നടപ്പാക്കുന്ന ആ ഒരു ഫോർം കഴിഞ്ഞ രീതിയിൽ എങ്ങനെയാണോ നടപ്പാക്കിയിരുന്നത് ആ രീതിയിൽ നിന്നല്ലാതെ മികച്ച രീതിയിൽ അത് വിനിയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ തനതായിട്ടുള്ളൊരു വികസനം എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറും ശരാശരിയിൽ ഒതുങ്ങിയ ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷത്തേത്. വെള്ളക്കെട്ടും ഗ്രാമീണ റോഡുകളുടെ തകർച്ചയും ഒപ്പം തന്നെ കുടിവെള്ള പ്രശ്നവും ഈ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാണ്. പുനർവിഭജനത്തിൽ 2 വാർഡ് കൂടിയ മതിലകത്ത് ഇത്തവണ 19 വാർഡുകളിലേക്കാണ് വിധിയെഴുത്ത്.